UP സംബാലിലെ മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. സർവേ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഉത്തർപ്രദേശിൽ സംബൽ ജമാ മസ്ജിദ് ഹരിഹർ കേസിലാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ കോടതിയിൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. സംബൽ ചന്ദൌസി കോടതിയിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ള കേസ് സംബലിൽ ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് മുഗൾ കാലഘട്ടത്തിൽ ജമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഈ മസ്ജിദിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആരാധനയ്ക്ക് അവകാശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ അർജിയാണ് കോടതിക്ക് മുൻപിലുള്ളത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് മസ്ജിദിൽ ഒരു സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു. ആ സർവേ നടത്താനെത്തിയ അഭിഭാഷക കമ്മീഷനെ കഴിഞ്ഞ നവംബറിൽ മസ്ജിദിൽ തടഞ്ഞത് ആ മേഖലയിൽ വലിയ സംഘർഷത്തിലേക്ക് വഴിവെച്ചിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. കടകളും വീടുകളും അടിച്ചു തകർക്കുകയും തീവെക്കുന്ന വലിയ കലാപത്തിലേക്ക് അവിടെ പോവുകയുണ്ടായി. പിന്നീട് UP പോലീസ് സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ആ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചത്. ആ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഇതിനോടകം നിയോഗിച്ചിരുന്നു. സംഘർഷത്തിന് ശേഷം അഭിഭാഷക കമ്മീഷൻ മസ്ജിദിൽ പ്രവേശിക്കുകയും അവിടെ സർവേ നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു. ആ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. സർവേ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഈ മസ്ജിദിനകത്ത് നടത്തിയിട്ടുള്ള സർവേയിൽ എന്തെല്ലാം കാര്യങ്ങൾ അഭിഭാഷക കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ഉണ്ടാകും. അത് കോടതി നടപടികളിലൂടെ ഉടൻ പുറത്തുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.